ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യനായ അധ്യക്ഷൻ സത്താർ മാസ്റ്റർ, AMI ഗോതമ്പ് റോഡിൻ്റെ പ്രിൻസിപ്പൽ ഷിഹാബുൽ ഹക്ക് സാഹിബ്, മഹലിൻ്റെ സാരഥികളെ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, അധ്യാപികമാരെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരളത്തിൽ ഇസ്ലാം വന്നതിന് ശേഷം അഭിമാനപൂർവം ഇസ്ലാമിൻ്റെ അടയാളങ്ങളായിട്ടുള്ള മദ്രസകൾ അൽഹംദുലില്ലാഹ് കേരളത്തിലെ പല മുസ്ലിം പ്രസ്ഥാനങ്ങളുടെയും കീഴിൽ മനോഹരമായി പ്രവർത്തിച്ചു വരികയാണ്. ആ മദ്രസകളുടെ പ്രവേശന സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. നമ്മളുടെ അൽ മദ്രസത്തുൽ ഇസ്ലാമിയകൾ അത്തരം പ്രവേശനങ്ങളെ ഒരു ഉത്സവമാക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. യൂറോപ്പിലും വെസ്റ്റേൺ കൺട്രീസിലുമൊക്കെ പ്രവേശനമെന്ന് പറയുന്നത് ഒരു ഫുൾ ഡേ ആഘോഷത്തിന്റെ ദിനമാണ്. കുട്ടികളും രക്ഷിതാക്കളും അതിനു വേണ്ടി ഒരു ദിവസം മാറ്റിവെച്ച് വളരെ കളർഫുള്ളായി അത് ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടില് മുമ്പത്തെ മദ്രസ എന്നൊക്കെ പറയുന്നത് കുട്ടികളെ നമ്മൾ കരഞ്ഞും അടിച്ചുമൊക്കെ കൊണ്ടുവരുന്ന, ഏതോ ഒന്ന് ശിക്ഷിക്കാൻ പോകുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് ഉണ്ടായിരുന്നത്. കുട്ടികൾക്കും മദ്രസ പേടിയായിരുന്നു. മുഖ്രി മുല്ല അഥവാ മുക്രി മുല്ല, ഖിറാഅത്ത് പഠിപ്പിക്കുന്ന ആളാണ് മുഖ്രി. ഇംല അഥവാ എഴുത്ത് പഠിപ്പിക്കുന്ന ആളാണ് മുൽഅ. ഇതിനെയാണ് നമ്മൾ വക്രിച്ച് മുല്ല എന്നും മുക്രി എന്നും ആക്കിയത്. അപ്പൊ എഴുത്തും വായനയും പഠിപ്പിക്കുന്ന രണ്ട് വകുപ്പിലെ പ്രൊഫസർമാരായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. ഇന്ന് അത് പുരോഗമിച്ച് വളരെ ശാസ്ത്രീയമായി പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും അധ്യാപകമാരും എല്ലാവരും ചേർന്നുകൊണ്ടുള്ള വലിയ ഒരു സംരംഭമായി മദ്രസകൾ വളർന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പൊ നമുക്കും മദ്രസ തുടങ്ങുന്ന ഒരു ഉദ്ഘാടനമായി കൊണ്ട് പ്രവേശന ഉത്സവം തന്നെ നടത്തണം. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ളത്. നമുക്ക് ഒരുപാട് പുതിയ അതിഥികളുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവരെ പ്രത്യേകം ആദരിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഭാഗമായി എന്തെങ്കിലുമൊക്കെ മധുരം ഉണ്ടാകുമെന്ന് തന്നെയാണ് കുട്ടികൾ പ്രതീക്ഷിക്കുന്നത്, ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ്. അങ്ങനെ മക്കളും രക്ഷിതാക്കളും അധ്യാപകരും സന്തോഷിക്കുന്ന ഒരു ദിനമാണ് മദ്രസ പ്രവേശന ഉത്സവം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ മലക്കുകൾ കൂടി സന്തോഷിക്കുന്ന ഒരു സന്ദർഭമാണിത്. കാരണം ഈ ഭൂമിയിൽ നടക്കുന്ന അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ഒരു പ്രവർത്തനം കൂടിയാണ് അള്ളാഹുവിന്റെ ദീൻ പഠിക്കാനുള്ള ദീനി മദ്രസകളുടെ ഇത്തരം പ്രവേശനങ്ങൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും ആദ്യമായി ഹൃദയം തൊട്ട അഭിവാദ്യങ്ങളും പ്രാർത്ഥനകളും അർപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വർഷത്തെ മദ്രസ പ്രവേശന ഉത്സവം ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളോടൊപ്പം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. AMI ഗോതമ്പ് റോഡ് എന്ന് പറയുന്നത് എനിക്ക് എന്നും ഒരു വലിയ ആവേശമാണ്. കാരണം ഈ മദ്രസയുടെ
എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് വലിയ ഉത്സാഹം നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ്. പല വാർഷികങ്ങളിലും ഞാൻ തന്നെ പങ്കെടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഒരുപാട് കുട്ടികൾ ഇവിടെ ഉണ്ട് എന്നതല്ല, അവർ നല്ല കഴിവുള്ള കുട്ടികളാണ് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോ മജ്ലിസ് നടത്തുന്ന എല്ലാ പരീക്ഷകളിലും ഉന്നതമായ മാർക്ക് നമ്മുടെ കുട്ടികൾ വാങ്ങാറുണ്ട്. അതിൻ്റെ ഒരു സൂചനയാണ് അംന ബഷീർ ടോപ്പർ ആയിക്കൊണ്ട് നമ്മൾ അവൾക്ക് ഏറ്റവും വലിയ ഒരു സമ്മാനം ഇവിടെ കൊടുത്തിട്ടുള്ളത്. അംന ബഷീറിന് വേണ്ടി എല്ലാവരും നല്ല ഒരു കയ്യടി കൊടുക്കുക. ടോപ്പർമാര് ആൺകുട്ടികളും പെൺകുട്ടികളുമായി കുറെ വരാനുണ്ട്. അവർക്ക് സമ്മാനം പിന്നീട് കൊടുക്കുമെന്നാണ് ബഹുമാന്യനായ പ്രിൻസിപ്പൽ അറിയിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് സമ്മാനത്തിന്റെ കൂടെ ചെറിയ ഒരു കവറും ഉണ്ടാകും, അതിൽ വലിയ ഒരു കാശും ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കുമാറാവട്ടെ. എപ്പോഴും നമ്മുടെ കുട്ടികൾ മുന്നിലാണ്. ഇവിടെ നടന്നിട്ടുള്ള വാർഷിക പരിപാടികളിൽ വളരെ ശ്രദ്ധേയമായ കലാപരിപാടികൾ കുട്ടികൾ കാഴ്ചവെച്ചിട്ടുണ്ട്. നിങ്ങൾ നടത്തിയിട്ടുള്ള സ്പോർട്സുകളില് വമ്പിച്ച രൂപത്തിലുള്ള മുന്നേറ്റം കുട്ടികൾ നടത്തിയിട്ടുണ്ട്. എല്ലാ വിദ്യാഭ്യാസത്തിലും നമ്മുടെ മക്കൾ വളരെ മുമ്പിലാണ്. അൽഹംദുലില്ലാ, ഒരു മദ്രസ മാത്രമല്ല, സമാന്തരമായി പ്രവർത്തിക്കുന്ന ഒരു ഓൺലൈൻ മദ്രസയും നമുക്കുണ്ട്. അതിലും ലോകാടിസ്ഥാനത്തിൽ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളുണ്ട്. ബാംഗ്ലൂരിലായിരുന്നു ആദ്യമായി ഇങ്ങനെ ഒരു മദ്രസ ഓൺലൈനിലൂടെ സംവിധാനം ഉണ്ടായിരുന്നത്. ഇന്ന് അത് ലോകത്തിന്റെ പല ഭാഗത്തുമുണ്ട്. നമുക്ക് ഗോതമ്പ് റോഡിൽ നിന്നുകൊണ്ട് തന്നെ ലോകത്തിലുള്ള മക്കളെ പഠിപ്പിക്കാൻ കഴിയും. സമയവും സൗകര്യവും അനുസരിച്ച് നിയന്ത്രിക്കാൻ കഴിയുമെന്ന സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ മദ്രസയുടെ അടുത്ത ഒരു ഘട്ടമാണ് യഥാർത്ഥത്തിൽ ഓൺലൈൻ മദ്രസ. അതും വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടനുബന്ധിച്ചുള്ള സംരംഭങ്ങളും ഈ മദ്രസകളിലുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഇവിടത്തെ കമ്മിറ്റിയെ, ബഹുമാന്യനായ അധ്യക്ഷൻ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അമിതമായി ആരെയും ഇടപെടാതെ സ്വതന്ത്രമായി സ്ഥാപനങ്ങളെ പ്രവർത്തിക്കുവാൻ അനുവദിക്കുന്ന ഈ മഹലിന്റെ വിശാലമായ ഒരു മനസ്സിൽ നിന്നാണ് ഇങ്ങനെയുള്ള വിപ്ലവങ്ങൾ ഉണ്ടാകുന്നത് എന്നതുകൂടി മറ്റുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടതാണ്. പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള പഠന രീതികളാണ് അതുപോലെ നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഞാൻ അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മദ്രസ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിവിന്റെ ആദ്യത്തെ വീടാണ്. നമ്മൾ വീട്ടിൽ നിന്ന് അറിവ് നേടുന്നുണ്ടെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയമായ ഇസ്ലാം നമ്മൾ പഠിക്കുന്നത് മദ്രസയിലാണ്. ഗൾഫ് രാജ്യങ്ങളില് മദ്രസയില്ല. മദ്രസ എന്ന് പറഞ്ഞാൽ സ്കൂളും കൂടിയാണ്. അഥവാ അവിടെ ആദ്യത്തെ പീരീഡ് ഖുർആനാണ്, രണ്ടാമത്തെ പീരീഡ് ഇംഗ്ലീഷാണ്, മൂന്നാമത്തെ പീരീഡ് ഹദീസാണ്, നാലാമത്തെ പീരീഡ് മാത്സ് ആണ്. രണ്ടും കൂടി ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ മദ്രസകൾ വേറിട്ട് നിൽക്കുന്നു. അൽഹംദുലില്ലാ, അതിൻ്റെതായ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരു പക്ഷേ നമ്മുടെ കുട്ടികളുടെയും നമ്മുടെയും ഒക്കെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു കാലമായിരിക്കും മദ്രസ കാലം എന്ന് പറയുന്നത്. ഓത്തുപള്ളിയിലന്നു നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണു നീലമേഘം. കയ്യടി ഉണ്ടാവില്ല ഇവിടെ? കയ്യടിച്ചോളൂ. ആ പാട്ട് എഴുതിയാക്ക് വേണ്ടി ഒരു കൈയടിച്ചോളൂ. ഇനി പാടണമെങ്കിൽ എനിക്കൊരു കയ്യടി കിട്ടണ്ടേ? കൈയടിക്കാൻ മറക്കണ്ട, മടിക്കണ്ട. ഇൻഷാ അല്ലാഹ് കേട്ടോ. ഏത് നല്ല കാര്യം കണ്ടാലും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം, അപ്രിസിയേഷൻ നമ്മൾ കൊടുക്കണം. ഇന്ന് മദ്രസകൾ എന്ന് പറയുന്നത് വളരെ പരിമിതപ്പെട്ടു പോകുന്ന ഒരു കാലത്താണ്. ഇപ്പോ സ്കൂളുകളിലാണ് മദ്രസ, അല്ലെങ്കിൽ ചെറിയ സമയത്താണ് മദ്രസ, ആഴ്ചയിലാണ് മദ്രസ. വലിയ രൂപത്തിൽ മദ്രസകൾ വെല്ലുവിളികൾ നേരിടുമ്പോ ആണ് ആ കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ മദ്രസക്ക് പകരം വെക്കാൻ മറ്റൊന്നും ഇല്ല.
മദ്രസ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ദീൻ കാര്യങ്ങൾ പഠിക്കുക എന്നതല്ല. ഒരു വിദ്യാർത്ഥി വളർന്ന് വികസിച്ച് തർബിയത്ത് നേടി വരുന്നത് മദ്രസയിലൂടെയാണ്. തഅലീമല്ല നമ്മൾ നടത്തുന്നത്, തദ്രീസാണ്. നോളജ് അല്ല നമ്മൾ കൊടുക്കുന്നത്, തർബിയത്താണ്. അത് രണ്ടും വ്യത്യാസമുണ്ട്. ഒരു കുട്ടിയുടെ വ്യത്യസ്തമായ കഴിവുകൾ കണ്ടെത്തി ആടാനും പാടാനും ചാടാനും ഓടാനും ഒക്കെയുള്ള സർവ കഴിവുകളും കണ്ടെത്തി അവരെ ഇസ്ലാമികമായി തർബിയത്ത് കൊടുത്ത് വളർത്തുന്ന മെന്ററിംഗ് ആണ് യഥാർത്ഥത്തിൽ മദ്രസ. അത് നമുക്കൊരു നൊസ്റ്റാൾജിയാണ്, നമുക്കൊരു ഗൃഹാതുരത്വമാണ്. മദ്രസയിൽ പഠിച്ച ഒരു കാലത്തെക്കുറിച്ച്, അവിടെ നിന്ന് നമ്മൾ മിഠായി തിന്നതും അതുപോലെ മാലകൾ പൂ കൈമാറിയതും തുടങ്ങിയിട്ടുള്ള അവിടുത്തെ പരിപാടികളും ഒക്കെ ആർക്കും മറക്കാനാവാത്ത ഒരു സംഗതിയാണ്. അപ്പോ ഇത്തരം ഒരുപാട് പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു മദ്രസ നഷ്ടപ്പെട്ടു പോകരുത് എന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടത്തെ മഹലിന്റെ ആളുകൾ, ഇവിടത്തെ ഇസ്ലാമിക പ്രസ്ഥാനം, ഇതിന്റെ ഭാരവാഹികൾ, അതുപോലെ നാട്ടുകാർ, ഇതിന്റെ അധ്യാപകന്മാര് വളരെയധികം ഒരു ദൃഢ തീരുമാനം എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾക്കിത് സാധിക്കുന്നത്. അതിനുള്ള ഫലം നിങ്ങൾക്കുണ്ട്. ഈ മദ്രസയെ കുറിച്ച് യഥാർത്ഥത്തിൽ എല്ലാവരും അഭിമാനിക്കുന്നുണ്ട്. അത്രയും കുട്ടികൾ ഇവിടെ ഉണ്ട്. അതുപോലെയുള്ള നേട്ടങ്ങൾ ഈ മദ്രസക്കുണ്ട്. ഞാൻ തന്നെ ഒരുപാട് ആളുകളെ ഈ ഓൺലൈൻ മദ്രസയിലേക്ക് എവിടെയാണ് വേണ്ടത് നല്ലത് എന്ന് ചോദിച്ചപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിനീതമായ ഒരു പങ്കുവെക്കൽ. ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അറിവില്ലാതെ ദീനില്ല, അറിവില്ലാതെ വിശ്വാസികളില്ല, അറിവില്ലാതെ സ്വർഗമില്ല. നമ്മെ ആദ്യമായി അറിവ് പഠിപ്പിച്ചത്, കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ട ഒരു സെഷനാണിത്. പക്ഷേ സമയത്തിന്റെ നല്ല പരിമിതിയുണ്ട്, ഒരുപാട് രക്ഷിതാക്കളുമുണ്ട്. കുട്ടികളുമായി നമുക്ക് വേറെ തന്നെ രൂപത്തിൽ സംസാരിക്കുകയും അവർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്തുകൊണ്ടുള്ള പരിപാടി നമുക്ക് വേറെ നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഇപ്പൊ ഞാൻ പറയുന്നത്, നമുക്ക് ആദ്യമായി അറിവ് പഠിപ്പിച്ചു തന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നമ്മുടെ ആദ്യത്തെ പിതാവും മാതാവും തന്നെ ഉയർന്ന വിദ്യാഭ്യാസം നേടിയവരാണ്. അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. ആദമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നാമങ്ങളും പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെ കുറിച്ചുമുള്ള ഒരു പൊതുബോധം. ഭൂമിയിലേക്ക് പോകുമ്പോ അല്ലാഹുവിന്റെ തുടക്കത്തിൽ ആദമിനും ഹവ്വക്കും കൊടുത്ത അറിവ്, ഭൂമിയിൽ ചെന്നാൽ നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കായിരിക്കും, അവിടെ ഇന്ന വസ്തുക്കൾ ഉണ്ടാകും, അതിന്റെ പേരിന്നതാണ്, അതിനോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ വെല്ലിപ്പയും വെല്ലിമയും വലിയ പ്രൊഫസർമാരാണ്, വലിയ വിദ്യാഭ്യാസം നേടിയവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവരെ ദീൻ പഠിപ്പിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് പ്രവാചകന്മാര് കിതാബുകളും സുഹുഫുകളും ജനങ്ങളെ പഠിപ്പിച്ചു. മൂസാ നബി അലൈഹിസ്സലാമക്ക് വലിയ അറിവ് നൽകാൻ വേണ്ടി ഒരു വിദേശ പഠന യാത്ര നടത്തിയത് നിങ്ങളെ മനസ്സിലുണ്ടാകും. മൂസാ നബിയും ഖളിറും കൂടി ഒരു പായക്കപ്പലിൽ സഞ്ചരിച്ച കഥ. ഖളിർ എന്ന് പറയുന്ന വലിയ ശിഷ്യൻ, അറിവിന്റെ വലിയ ഗുരു, മൂസാ അലൈഹിസ്സലാമ പഠിപ്പിക്കുന്ന രീതി, അതിലൂടെ കടലിലൂടെ കടന്നു പോകുമ്പോ പെട്ടെന്ന് പായക്കപ്പലിന്റെ ഒരു വാതിൽ ഒരു ഭാഗം കീറിക്കളയും. മൂസാ അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഇപ്പം സംസാരിക്കരുത്, ഗുരുവും ശിഷ്യനും തമ്മിൽ അത്യാവശ്യം ഒരു അച്ചടക്കവും ആദരവും വേണം, അവസാനം ഞാൻ നിനക്ക് വിശദീകരിക്കും. നിനക്ക് സബറുണ്ടോ എന്നാണ് ഞാൻ ആദ്യം നോക്കുന്നത്. സബർ കാണിക്കാൻ കഴിഞ്ഞില്ല. മൂസാ നബിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ലല്ലോ ഖളിർ ചെയ്തിട്ടുള്ളത്. അവസാനം പറയുന്നുണ്ട്, താഴ്ഭാഗത്ത് ഒരു രാജാവുണ്ട്, ഇതുവഴി കടന്നു പോകുന്ന എല്ലാ നല്ല കപ്പലുകളെയും പിടിച്ചെടുക്കും. അതുകൊണ്ട് നമ്മളെ ഒരു ചെറിയ ഭാഗം കീറിയിട്ടത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോ അറിവിനപ്പുറത്തുള്ള ഒരു അറിവ്, മറകൾക്കപ്പുറത്തുള്ള ഒരു അറിവ് വേണമെന്ന് മൂസാ നബി അലൈഹിസ്സലാമക്ക് മനസ്സിലായത് ഫറോവ എന്ന് പറയുന്ന ഏറ്റവും വലിയ ക്രൂരനായ ഒരു ഭരണാധികാരിയോട് പോകാനുള്ള അറിവ് നേടാൻ വേണ്ടിയിട്ടാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ ഗുരു മലക്കുകളിൽ ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹിസ്സലാം ആണ്.
മക്കയിലെ ജബലുന്നൂറിന്റെ മുകൾ ഭാഗത്തുള്ള ഹിറാ ഗുഹയുടെ പശ്ചാത്തലത്തിൽ ആകാശം തൊട്ട് ഭൂമി വരെ നിൽക്കുന്ന, കിഴക്കേ ചക്രവാളം തൊട്ട് പടിഞ്ഞാറേ ചക്രവാളം വരെ ചിറകു വിടർത്തി നിന്ന 600 ചിറകുള്ള ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഒരു ഘട്ടത്തിൽ ആ ഹിറാ ഗുഹയുടെ ചാരത്തേക്ക് ഇറങ്ങി വന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിജ്ഞാനം പഠിപ്പിച്ചത്, അഥവാ ഖുർആൻ ഇഖ്റാ, അത് വായിക്കുക എന്നതായിരുന്നു. അവിടുന്ന് കഴിഞ്ഞ് പിന്നീട് ഇസ്ലാം കുറച്ച് മുന്നോട്ട് പോയപ്പോൾ വീണ്ടും ഗുരു വരുന്നുണ്ട്. മദീനത്തെ പള്ളിയിൽ ഇരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖാമുഖം ഇരുന്നു കൊണ്ട് ഇസ്ലാം പഠിക്കുമ്പോൾ അറിവിനൊക്കെ ഒരു അർത്ഥമുണ്ട്, സദസ്സിനൊരു അർത്ഥമുണ്ട്, ഇരുത്തത്തിനും സംവേദത്തിനും ഒരു വലിയ ആദരവും ഗാംഭീര്യവും വഖാറത്തുമുണ്ട്. അങ്ങനെ രണ്ടുപേര് മുഖാമുഖം ഇരുന്നു കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട് ഈമാനിനെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച്, ഇഹ്സാനിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്. അപ്പം ഒരു ശിഷ്യനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഗുരു, ചോദിക്കുന്ന ഗുരുവിനാണ് എന്നേക്കാൾ വലിയ അറിവ്. ഇത് വകവെച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ആരെങ്കിലും എനിക്ക് ഫാത്തിഹ അറിയാമെന്ന് പറഞ്ഞാൽ അവൻ വിദ്യയില്ലാത്തവനാണ്. എനിക്ക് ഫാത്തിഹ അറിയില്ല, ഫാത്തിഹയുടെ അർത്ഥം അറിയില്ല, അതിന്റെ വിശാലത എനിക്കറിയില്ല. അള്ളാഹു ആകാശം തുറന്നിട്ടാണ് ഒരു പ്രത്യേക വാതിലിലൂടെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് വേണ്ടി മാത്രം ആകാശം തുറന്നിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഫാത്തിഹയെ കുറിച്ച് അറിയുമോ? മറ്റൊരു പ്രവാചകനും നൽകാത്ത ഒരു അക്ഷയ ഗനിയാണ് സൂറത്തുൽ ഫാത്തിഹ. അതിലെല്ലാം ഉണ്ടെന്ന് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ അതറിയാതെ നമുക്ക് ഫാത്തിഹ അറിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ട് ആദ്യമായി വേണ്ടത് എനിക്കൊന്നും അറിയില്ലെന്ന അറിവാണ്. ഞാൻ വിദേശ യൂണിവേഴ്സിറ്റിയിൽ 7 വർഷം പഠിക്കാനും അതുപോലെ 5-6 മാസം സൗദി അറേബ്യയിൽ ക്ലാസ് എടുക്കാനും വിധി ലഭിച്ചിട്ടുള്ള ഒരു വിനീതനാണ്. 6-7 വർഷം പഠിച്ചത് 2000-ഓളം വരുന്ന ലോക വിദ്യാർത്ഥികളിൽ നിന്ന് 33,000 സ്റ്റുഡൻസിൽ നിന്ന് 100 പേരെ തെരഞ്ഞെടുത്തതിൽ ലോകാടിസ്ഥാനത്തിൽ 16ാമത്തെ റാങ്ക് നേടിയിട്ടാണ് അൽഹംദുലില്ലാഹ് എനിക്ക് ഉപരിപഠനം സാധിച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ പഠിച്ച് വലിയ ആളായെന്ന തോന്നൽ ഇപ്പോഴുമില്ല. ഞാൻ ആകെ 7 കൊല്ലം കൊണ്ട് പഠിച്ചത് ഇസ്ലാമിൽ കുറെ പഠിക്കാനുണ്ട് എന്ന കാര്യമാണ് പഠിച്ചത്. അൽഹംദുലില്ലാഹ്, അത് അങ്ങനെ തന്നെയാണ്, അതൊരു സത്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയുന്നത് ഇസ്ലാമിന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമയാണ് നമ്മളുടെ പഠനത്തെക്കുറിച്ച്, മദ്രസയെക്കുറിച്ച്, തർബിയത്തിനെ കുറിച്ച്, തസ്കിയത്തിനെ കുറിച്ച് ആദ്യമായി സംസാരിച്ചത്. ഇബ്രാഹിം അലൈഹിസ്സലാം കഅബാലയം പണിതുയർത്തിക്കൊണ്ട് ഇസ്മായിലും ചേർന്നുകൊണ്ട് ആ കുടുംബം നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. എന്നിട്ട് അവർ പറഞ്ഞു, റബ്ബന വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക് വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. പടച്ചവനെ, ഈ കഅബാലയം പണിത മക്കയിൽ നിന്ന് നീ ഒരു പ്രവാചകനെ കൊണ്ടുവരണം. ആ പ്രവാചകൻ ജനങ്ങൾക്ക് യത്ലു അലൈഹിമുൽ കിതാബ്, നിന്റെ വേദഗ്രന്ഥം തിലാവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവാചകനാകണം. വയുഅല്ലിമുഹും, തഅലീം നടത്തുന്ന പ്രവാചകനാകണം. അവർക്ക് കിതാബും സുന്നത്തും പഠിപ്പിക്കണം. പോരാ, അത് പഠിപ്പിച്ചു വിടലല്ല ഒരു അധ്യാപകന്റെ റോൾ. വയുസക്കീഹിം, അവരെ തസ്കിയത്തും തർബിയത്തും നൽകി നല്ല മനുഷ്യരാക്കണം. 2500 കൊല്ലത്തിന് ശേഷം അള്ളാഹു പ്രാർത്ഥന സ്വീകരിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂജാതനായി. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ ഇസ്ലാമിന്റെ ഗുരു. അപ്പൊ അള്ളാഹു ഇതിലുണ്ട്, ജിബ്രീൽ ഇതിലുണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാമയുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. നമ്മളെ ഇസ്ലാം പഠിപ്പിച്ചത്, ഖുർആൻ പഠിപ്പിച്ചത്, സുന്നത്ത് പഠിപ്പിച്ചത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ തുടർച്ചയാണ് ഇവിടുത്തെ അധ്യാപികമാരും നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. അതുകൊണ്ടാണ് അഹമ്മദ് ഷൗക്കി പറഞ്ഞത്, കാദൽ മുഅല്ലിമു അൻ യകൂന റസൂല.
ഒരധ്യാപകൻ റസൂൽ ആകാറായി, റസൂൽ ആവുകയില്ല, പക്ഷെ റസൂലിനെ പോലെ തന്നെയാണ് അല്ലെങ്കിൽ ആകാറായി ആര്? അധ്യാപകരും അധ്യാപികമാരും. അത്രയും വലിയ ഒരു റോളാണ് ഇവര് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല ഒരു ഗുരുവായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുട്ടിയെയും അടിച്ചിട്ടില്ല, അടിച്ചല്ല പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനഃശാസ്ത്രം വെച്ചാണ് പഠിപ്പിച്ചത്. ഓരോ ആളുകളെ മനസ്സിലാക്കിയിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ചില കുട്ടികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇതാ ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചൊല്ലണം, പോരാ അതിന്റെ മുമ്പ് കൈ കഴുകണം, പോരാ വായയും കഴുകണം. അപ്പോ അത് നമ്മൾ ഗോതമ്പ് റോഡ് മദ്രസയിലെ എല്ലാ കുട്ടികളും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറയും നമ്മുടെ മദ്രസ വിജയിച്ചിരിക്കുന്നു. കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യേണ്ടതാണ്, ഇവിടെ സമയമില്ല. ഞാൻ കുട്ടികളോട് കൂടി പറയുകയാണ്, നമ്മളൊരു ചപ്പാത്തി കഴിക്കുമ്പോ ചപ്പാത്തിയുടെ പിന്നിൽ ഒരു കഥയുണ്ട്, കല്ലിനുമുണ്ട് കഥ പറയാനെന്ന് നെഹ്റു ഇന്ദിരാഗാന്ധിയായ മകൾക്ക് എഴുതിയിട്ടുള്ള വലിയ കഥയുണ്ട്. ഒരു കല്ലെങ്ങനെ ഉണ്ടാകുന്നു? ഏതോ മലയിൽ നിന്ന് ഒരു പാറക്കഷ്ണം പൊട്ടി വീണു, അതിങ്ങനെ പുഴയുടെ അടിയിലൂടെ കല്ലുകളോട് ഉരതി 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 അങ്ങനെ ഒഴുകി ഒഴുകി നമ്മുടെ നാട്ടിലെ പുഴയിലെത്തുമ്പോൾ അതൊരു മിനുസമുള്ള കൊച്ചുകല്ലായിരിക്കും. അതുപോലെ ചപ്പാത്തിക്കൊരു കഥ പറയാനുള്ളത് പഞ്ചാബ്, 5 ആബ് അഥവാ 5 പുഴകളുള്ള നാടാണ് പഞ്ചാബ്. ആ നാട്ടിലെ വയലേലകളിൽ എവിടെയോ ഒരു കർഷകൻ ഗോതമ്പിന്റെ മണിയെറിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുളപ്പിച്ചു, കതിർക്കുലകളായി. ആരോ അത് കൊയ്തെടുത്തു, ചാക്കിൽ കെട്ടി ഗുഡ്സ് വണ്ടിയിൽ പഞ്ചാബിൽ നിന്ന് കോഴിക്കോടെത്തി. കോഴിക്കോട്ടെ കച്ചവടക്കാരൻ അത് വാങ്ങി ഏതോ മില്ലിലിട്ട് പൊടിച്ച് അത് പാത്രത്തിലാക്കി നമ്മുടെ ഉമ്മയോ പെങ്ങളോ രാവിലെ തന്നെ അത് കുഴച്ച് റെഡിയാക്കി ചുട്ട് പൊള്ളിച്ച് അങ്ങനെ ചിക്കൻ കറിയും വെച്ച് നമ്മുടെ പ്ലേറ്റിലേക്ക് വരുമ്പോ എന്ത് വേണം? ഒരു ബിസ്മില്ലാഹി പറയണം, ഏറ്റവും ചുരുങ്ങിയത്. കാരണം അത്ര വലിയ പ്രയത്നം അതിലുണ്ട്. അള്ളാഹുവാണ് അതിന്റെ പിന്നിലുള്ളത്. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടേ ഭക്ഷണം കഴിക്കാവൂ എന്ന ഒരു വലിയ പാഠം അതിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് മക്കളെ പഠിപ്പിച്ചിരുന്നത്. നബി എല്ലാ രൂപങ്ങളും പഠിപ്പിക്കാൻ സ്വീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഥ പറഞ്ഞിട്ടുണ്ട്, ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. മരുഭൂമിയിൽ അന്ന് ബോർഡില്ല, സ്മാർട്ട് ക്ലാസ് റൂം ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരുഭൂമിയിൽ ഒരു വര വരച്ചു, ഒരു സിറാത്ത് മുസ്തഖീം. അതിൽ നിന്ന് വേറെ വേറെ വരകൾ വരച്ചു. നിങ്ങൾ ഇങ്ങനെ സിറാത്ത് മുസ്തഖീമിലൂടെ പോകുമ്പോൾ സാമ്പത്തിക രംഗത്തോ അല്ലെങ്കിൽ കുടുംബരംഗത്തോ സ്വഭാവ രംഗത്തോ ഒരു 1/2 ഇഞ്ച് നേർവരയിൽ നിന്ന് തെറ്റിയാൽ നിങ്ങൾ പിഴച്ച് പിഴച്ച് പിഴച്ചേതോ കാട്ടിലെത്തും, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുന്ന മരുഭൂമിയിലെത്തും. പാടില്ല. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരെ തിരിച്ചു വന്ന് സ്വർഗപാതയിലൂടെ തുടരണം. അത് ഒരു വരയിലൂടെയാണ്, കാർട്ടൂണിലൂടെയാണ്, ചിത്രീകരണത്തിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനുൽ അബ്ബാസിലെ കുട്ടികൾക്ക് വേണ്ടി സ്പോർട്സ് നടത്തിയതിനെ കുറിച്ച് മുതിർന്ന ആളുകൾക്ക് അറിയുമോ? ഒരു ദിവസം ബനുൽ അബ്ബാസിലെ കുട്ടികളെ മുഴുവൻ വിളിച്ചു ചേർത്ത് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി കുറെ സമ്മാനങ്ങളും കയ്യിൽ പിടിച്ച് ഒരു വര മരുഭൂമിയിൽ വരച്ച് കുട്ടികളൊക്കെ അവിടെ നിർത്തി. ഒരു 50-100 മീറ്റർ മരുഭൂമിയുടെ ഇപ്പുറത്ത് റസൂലുള്ള വന്ന് നിന്ന് അവിടെയും ഒരു വര വരച്ച് എന്നിട്ട് തന്റെ കയ്യിൽ സമ്മാനങ്ങൾ പിടിച്ചുകൊണ്ട് കുട്ടികളോട് പറഞ്ഞു, മൻ സബക ഇലയ്യ ഫലഹു കദാ വ കദാ. ഈ സ്പോർട്സ് മത്സരത്തിൽ ഓടി ജയിച്ച് എന്നെ തൊടുന്ന ആളുകൾക്ക്, ആദ്യം തൊടുന്നവർക്ക് ആദ്യ സമ്മാനം, രണ്ടാമത്തവന് സമ്മാനം, മൂന്നാമത്തവന് സമ്മാനം, എല്ലാവർക്കും സമ്മാനം. A+ വാങ്ങിയവർക്ക് മാത്രമല്ല, ആ ബുദ്ധിയല്ല ചിലപ്പോ ഉണ്ടാവുക കുറെ കുട്ടികൾക്ക്. ആ ബുദ്ധിയെ അംഗീകരിക്കണം, ആ കഴിവിനെ അംഗീകരിക്കണം. അതും ഒരു കഴിവാണ്. അതിൽ അവൻ A+ മേലെയാണ്, അതും കണ്ടെത്തണം. വെറും മാർക്കല്ല അടിസ്ഥാനം. A+ വാങ്ങിയ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം, അതിലൊന്നും എതിർപ്പ് നമുക്കില്ല. അതേ സമയത്ത് മറ്റു കഴിവുള്ള കുട്ടികളെയും പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ
കുട്ടികളോടൊത്ത് ചെലവഴിച്ചതിനെ പറ്റി നിങ്ങൾക്കറിയുമോ? ഇസ്ലാമിക പഠനമെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഇങ്ങനെ ഓതിക്കൊടുക്കുക, എഴുതി കൊടുക്കുക, അത് പഴയ കാലത്താണ്. അവരെ കുറ്റം പറയരുത്, ആ കാലത്ത് അത് തന്നെ വലിയ കാര്യമാണ്. പക്ഷേ ഇന്ന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന രൂപത്തിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് ചേവായൂരിലെ സിജിയിൽ പോയാൽ നിങ്ങളെ കുട്ടി എന്ത് ചെയ്യണം, എന്ത് പഠിക്കണം, ഏതാണ് അവനുള്ള ടേസ്റ്റ് അല്ലെങ്കിൽ അവൾക്കുള്ള ടേസ്റ്റ് എന്ന് ആ ടെസ്റ്റിലൂടെ പറഞ്ഞു തരും. 20-25 ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത് ഇതാണ്, ഈ കുട്ടിക്ക് നല്ലത് എഞ്ചിനീയറിംഗ് ആണ്, കൊമേഴ്സ് ആണ്, ഹ്യൂമാനിറ്റീസ് ആണ് അല്ലെ പറഞ്ഞു തരും. ഇപ്പൊ പുതിയൊരു പഠനം നടന്നത്, വിവാദങ്ങൾ അതിലുണ്ടെങ്കിലും ചില കുട്ടികളും മനുഷ്യരും ചിന്തിക്കുന്നത് തലച്ചോറിന്റെ വലതുഭാഗം കൊണ്ടാണ്, വേറെ ചിലർ ചിന്തിക്കുന്നത് തലച്ചോറിന്റെ ഇടതുഭാഗം കൊണ്ടാണ്. രണ്ടിലും പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ വലതുഭാഗം കൊണ്ട് ചിന്തിക്കുന്നവർക്ക് ഒരു പക്ഷെ കണക്ക് എളുപ്പമായിരിക്കും. ഇടതുഭാഗം കൊണ്ട് ചിന്തിക്കുന്നവർക്ക് ഹ്യൂമാനിറ്റീസ്, ചരിത്രം പോലെയുള്ളത് എളുപ്പമായിരിക്കും. നമ്മളെന്താണ് ചെയ്യുന്നത്? നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നു, ബാപ്പയും ഉമ്മയും അത് തന്നെ. ഇനി വലത്ത് ചിന്തിച്ചാലും വേണ്ടില്ല, ഇടത്ത് ചിന്തിച്ച്, ഇതാണ് ഇവിടെ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. കുട്ടികൾ പിറകോട്ട് പോകും, അവർ കഴിയില്ല, ബുദ്ധിപരമായി തന്നെ കഴിയില്ല. അതുകൊണ്ട് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോരുത്തരെയും ഇസ്ലാം പഠിപ്പിച്ചത് എന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ മദ്രസയിൽ അങ്ങനെ എല്ലാ കുട്ടികളെയും കഴിവ് കണ്ടെത്തുക മാത്രമല്ല, ആധുനികമായി നടത്താവുന്ന പാർലമെന്റ്, അതുപോലെ വോട്ട് യന്ത്രങ്ങൾ, ATM അല്ലെ. അപ്പോ ഞാൻ അമേരിക്കയിലേക്ക് എല്ലാ മാസവും ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. എല്ലാ മാസവും അമേരിക്ക മാത്രമല്ല, കാനഡ, യൂറോപ്പിലൊക്കെ ഉള്ള ആളുകൾ രാവിലെ പങ്കെടുക്കും. 6 മുതൽ 8 വരെ 10-20 മിനിറ്റ് ഞാൻ സംസാരിക്കും. ബാക്കിയൊക്കെ ചോദ്യങ്ങളാണ്, ഉത്തരങ്ങളാണ്. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ തീരുമാനിച്ചത്, നമുക്ക് പലതരത്തിലുള്ള സംശയങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്ത് പോകുമ്പോൾ ഉണ്ടാകും. അതിന് എല്ലാ ഉസ്താദുമാരെയും വിളിക്കാൻ കഴിയില്ല, എല്ലാ സോഷ്യൽ മീഡിയയിലെ സൈറ്റും അവലംബിക്കാൻ പറ്റില്ല. അതിൽ ഖാദിയാനികളതുണ്ട്, ഷിയാക്കളതുണ്ട്. എന്താണ് ഒരു പരിഹാരം? ഞങ്ങൾ അവസാനം ചർച്ച ചെയ്ത് തീരുമാനിച്ചത്, ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്, നമുക്കൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുഫ്തിയെ നിർമ്മിക്കാം എന്നാണ്. അമേരിക്കക്കാരെ തന്നെ അത് ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ. അപ്പൊ ലോകം വളരെയധികം പുരോഗമിച്ചു പോകുന്ന റോബോട്ടിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അധ്യാപകരൊന്നും ഉണ്ടാവില്ല, ഇതുപോലെയുള്ള റോബോട്ടുകളായിരിക്കും ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുഖേനയാണ് മദ്രസ വരെ നടക്കുക. അതിൽ അത്ഭുതമൊന്നുമില്ല. നമ്മുടെ ഈ കല്ലും മണ്ണും ഒക്കെ പോകും. ഗ്ലാസ് കൊണ്ട് പാലം നിർമ്മിക്കുന്ന, ഗ്ലാസ് കൊണ്ട് വീട് നിർമ്മിക്കുന്നത് ഇപ്പോ യൂറോപ്പിലും മറ്റും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കാലത്തിന്റെ കൂടെയാണ് അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഞ്ചരിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാമോ, മദീനയിലെ റൗള ഷരീഫ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറിന്റെയും വീടിന്റെയും ഇടയിലുള്ള മാ ബൈന മിമ്പരി വ ബൈതി റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഒരു പൂന്തോപ്പുണ്ട്, അതാണ് റൗള ഷരീഫ്. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഹജ്ജിന് പോയ ആളുകളൊക്കെ ഇൻഷാ അല്ലാഹ് ആ റൗള ഷരീഫിലേക്ക് പോകും. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ അത് ആസ്വദിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മീറ്ററുകൾ അടുത്തു നിന്നുകൊണ്ട് സലാം പറയാൻ നമുക്ക് ഇൻഷാ അല്ലാഹ് അവസരമുണ്ടാകും. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. എന്താണ് ഈ റൗള ഷരീഫ്? ഏതാണ് അതിന്റെ പഴയ ചിത്രം? ഒരു 22 മീറ്റർ 20 മീറ്റർ വീതിയും നീളവുമുള്ള റൗള ഷരീഫ് എന്ന് പറയുന്നത് ഇബാദത്തിന്റെയും അതുപോലെ തന്നെ ഇസ്ലാമിക പഠനത്തിന്റെയും ആദ്യത്തെ കേന്ദ്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്ന ഉടനെ ഉണ്ടാക്കിയ പള്ളിയാണ്. അവിടെയാണ് ഈ ഇബാദത്തുകൾ നടന്നത്. അവിടെ ഇരുന്നിട്ടാണ് സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്രസയിൽ പഠിച്ചത്. അതാണ് റൗള ഷരീഫായിട്ട് മാറിയിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ സഹാബികൾ തിരുദൂതരുടെ മദ്രസയിലെ ആദ്യത്തെ പഠിതാക്കളാണ്. അവരാണ് ലോകത്തിന്റെ ഗതി മാറ്റിത്തിരിച്ചിട്ടുള്ളത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, അതിൽ നിന്ന് വന്ന ഖുർആൻ, ഇപ്പൊ നമ്മള് ഇവിടെ നല്ല ഓരോ ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്, വഴിയാണ് ഖുർആൻ, വഴികാട്ടിയും. തീർച്ചയായിട്ടും ഖുർആൻ തന്നെയാണ് നമ്മുടെ വെളിച്ചം, നമ്മുടെ വഴികാട്ടി, നമ്മുടെ നൂറ്, നമ്മുടെ ഹിദായത്ത്, നമ്മുടെ ബസീറത്ത് എല്ലാം ഖുർആനാണ്. ലോകത്ത് ഇനി നയിക്കാൻ കെൽപ്പുള്ള ഒരേ ഒരു ശക്തിയും വിശുദ്ധ ഖുർആനാണ്.
നമ്മൾ മനസ്സിലാക്കണം. ശാസ്ത്രത്തിന് പരിമിതികളുണ്ട്, അതുപോലെ എല്ലാ ഇസങ്ങളും ഇവിടെ തകർന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മളിപ്പോ ചിന്തിക്കേണ്ടത് എന്താണ്? സാമ്പത്തിക രംഗം, സാമൂഹിക രംഗം, കാർഷിക രംഗം, ആരോഗ്യരംഗം, ഭരണരംഗം, ഇതൊക്കെ പരിഹരിക്കപ്പെടണമെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിലുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും നടക്കണം. ചന്ദ്രനിലും സൂര്യനിലും ഒക്കെ ഗവേഷണം നടത്തേണ്ടത് മുസ്ലിങ്ങളായിരുന്നു. ദൗർഭാഗ്യവശാൽ അത് വേറെ ആളുകൾ നടത്തുന്നു. അതിനെ നമ്മൾ അംഗീകരിക്കുന്നു, ഉപയോഗപ്പെടുത്തുന്നു. ഇപ്പൊ ചന്ദ്രനില് പര്യവേഷണം നടത്തി അത്തരം ശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചല്ലോ, സൂര്യൻ എന്ത് പറ്റും? അവര് പറഞ്ഞു, സൂര്യൻ കെട്ടുകൊണ്ടിരിക്കുകയാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെയല്ലേ പരലോകം വരിക? അപ്പൊ പരലോകത്തെ തെളിയിക്കണമെങ്കിൽ, ബുദ്ധിപരമായി തെളിയിക്കണമെങ്കിൽ അള്ളാഹു പറയുന്നുണ്ട്, ഞാൻ ദിഗന്ധങ്ങളിൽ, ആഫാക്കുകളിൽ എന്റെ ആയാത്തുകളെ കാണിച്ചു കൊണ്ടിരിക്കും നിങ്ങൾ പഠിക്കാൻ വേണ്ടി. അപ്പൊ ഖുർആൻ എന്ന് പറയുന്ന ഒരു പഠനം പോലും ചെറുതല്ല, പകരം അത് വലിയ വിശാലമായ ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ കണ്ടത് കൊണ്ടാണ് ഇപ്പൊ ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണമാണ് ഹദീസ്. അതിന്റെ ഭാഷ, അറബി ഭാഷ അതിന്റെ ഭാഗമാണ്. അതിൽ നിന്നുണ്ടായതാണ് കർമ്മശാസ്ത്രം, ജുറിസ്പ്രുഡൻസ്, ഫിഖ്. അതിന്റെ ചരിത്രമാണ് പ്രവാചകന്മാരുടെയും ഖുർആന്റെ അടിസ്ഥാനത്തിലുള്ള ജനതയുടെ ചരിത്രമാണ് താരീഖ് എന്ന് പറയുന്നത്. ആ ഖുർആനിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം കാന ഖുലുഖുഹു അൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു. അപ്പൊ ആ ഖുർആനിലെ ഉള്ളതാണ് അഖ്ലാഖ് എന്ന് പറയുന്നത്. അപ്പൊ പ്രധാനപ്പെട്ടത് ഖുർആൻ തന്നെയാണ്. ഖുർആനാണ് എല്ലാ വിഷയത്തിലും വഴികാട്ടുന്നത്. പക്ഷെ ഓരോ വിഷയങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുസ്ലിങ്ങൾ മുമ്പ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അടിസ്ഥാനമാക്കി പഠനം മുന്നോട്ട് പോയപ്പോ അവര് വലിയ വലിയ മദ്രസ, നിസാമിയ, അതുപോലെയുള്ള ഒരുപാട് ബഗ്ദാദിലെയും കൂഫയിലെയും ഷാമിലെയും മക്കയിലെയും മദീനയിലെയും യഥാർത്ഥ ഇസ്ലാമിക മദ്രസകളും ഇസ്ലാമിക സ്ഥാപനങ്ങളും ജാമിഉകളും യൂണിവേഴ്സിറ്റികളുമാണ് ലോകത്ത് വിജ്ഞാനത്തിന്റെ അടിത്തറ പാകിയിട്ടുള്ളത്. മുസ്ലിങ്ങളാണ് ശാസ്ത്രത്തിന് അതുപോലെ വിദ്യകൾക്കും അടിത്തറ പാകിയിട്ടുള്ളത്. ഫാദർ ഓഫ് കെമിസ്ട്രി ആരാണ്? കെമിസ്ട്രിയുടെ പിതാവ് ജാബിർ ഇബ്നുൽ ഹയ്യാൻ ആണ്, മുസ്ലിമാണ്. ഫിസിക്കൽ സയൻസ് അൽ ബിറൂനിയുടെ സംഭാവനയാണ്. അൽ ഖാനൂനു ഫി തിബ്ബ്, മെഡിക്കൽ രംഗത്തെ ഏറ്റവും അംഗീകരിക്കപ്പെട്ട ഗ്രന്ഥം ഇബ്നു സീനയുടെ ഗ്രന്ഥമാണ്. ഫാദർ ഓഫ് മോഡേൺ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്, ക്യാമറയുടെ തത്വം കണ്ടുപിടിച്ചത്. ഇപ്പോ നമ്മളെല്ലാവരും മൊബൈലിലെ ക്യാമറ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ആരാണ് ഈ ക്യാമറയുടെ തത്വം ആദ്യമായി കണ്ടുപിടിച്ചത്? ഇബ്നുൽ ഹൈഥമാണ്. അദ്ദേഹമാണ് ദി ഫാദർ ഓഫ് മോഡേൺ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ കാഴ്ചകളുടെ, ദൃശ്യങ്ങളുടെ, പ്രകാശങ്ങളുടെ വലിയ പഠനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് UN തന്നെ ഒരു പ്രകാശത്തിന്റെ അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് ഒരു വർഷം തന്നെ ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇനി 2-3 വർഷം കഴിഞ്ഞാൽ ഗോതമ്പ് റോഡിലെ ഓട്ടോറിക്ഷയിൽ ഒറ്റ മനുഷ്യനുണ്ടാവില്ല, അതിന്റെ ഡ്രൈവർമാരുണ്ടാവില്ല, റോബോട്ടായിരിക്കും. നിങ്ങൾ വീട്ടിൽ നിന്ന് ഓട്ടോറിക്ഷയൊക്കെ ഒരു രീതിയിൽ ബന്ധപ്പെടുന്നു, വീട്ടിന്റെ മുറ്റത്ത് ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നു, ഡ്രൈവർ ഒന്നുമില്ല, അവിടെ ഒരു കോഡ് അമർത്തണം, സ്ഥലത്തിന്റെ കോഡ് കൊടുക്കുക, കാശ് കൊടുക്കുക, ഓട്ടോറിക്ഷ കയറുക, നിങ്ങൾ ആണ് വിടുന്നു. എങ്ങോട്ടാ പോകേണ്ടത്? എങ്ങോട്ടും പോകും. ഏത് വഴി, മൂത്തമ്മ, ഇളയമ്മ, കുന്നിന്റെ എവിടെയും ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞാൽ അത് വളഞ്ഞ് തിരിഞ്ഞ് സൈഡ് കൊടുത്ത് ആളുകളെ പരിഗണിച്ച് ആരെയും തട്ടാതെ മുട്ടാതെ ഓട്ടോറിക്ഷ നിങ്ങൾ പറയുന്ന പോയി സ്ഥലത്ത് നിൽക്കും. ഇതാണ് വരാൻ പോകുന്നത്, റോബോട്ടിക്. എന്നാൽ ഈ റോബോട്ടിക് പരീക്ഷണത്തിന് ആദ്യമായി കണ്ടുപിടിച്ചത് ഇസ്മായിൽ അൽ ജസരി 12-ാം നൂറ്റാണ്ടിൽ. ഇസ്മായിൽ ജസരിയുടെ വീട്ടിലെ അതിഥികളെ 12-ാം നൂറ്റാണ്ടിൽ സ്വീകരിച്ചിരുന്നത് മനുഷ്യരല്ല, റോബോട്ടുകളായിരുന്നു എന്നത് ഓൺലൈൻ സെർച്ച് നടത്തൂ, പഠനം നടത്തൂ. അപ്പൊ മുസ്ലിങ്ങൾക്ക് അഭിമാനം. എവിടെയാണ് നമ്മൾ പിറകോട്ട് പോയത്? എവിടെ നിന്നാണ് നമ്മൾ പിറകിലേക്ക് പോയിട്ടുള്ളത്? ഞാനിത് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അത് ഒരു കൂട്ടർക്ക് മാത്രമുള്ളതല്ല. നമ്മുടെ വീട്ടിലുള്ളവര്, നാട്ടിലുള്ളവര്, ഇത് നടത്തുന്നവര് എല്ലാവരും ചേർന്നാണ് മദ്രസ മുന്നോട്ട് പോകേണ്ടത്, ഇസ്ലാം മുന്നോട്ട് പോകേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഖുർആനോളം ശ്രേഷ്ഠമായതൊന്നും ഈ ഭൂമിയിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചരിത്രത്തിൽ ദിശ മാറ്റിയ വിപ്ലവ ഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആനിൽ റോമ എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്.
സൂറത്തുർ റൂം. എന്തിനാണ് റോമ എന്ന് പറയുന്ന ഒരു സൂറത്ത് ഖുർആനിൽ? കഅബാലയത്തിലേക്ക് ഹാജിമാര് പോയല്ലോ. കഅബയുടെ ഒരു മൂലയില് ഹജറുൽ അസ്വദാണ് ഉള്ളത് എങ്കിൽ മറ്റൊരു മൂല റുക്നുൽ യമാനിയാണ്, യമന്റെ മൂല. മറ്റൊന്ന് റുക്നു ഷാം, ഷാമിന്റെ മൂല. മറ്റൊന്ന് റുക്നുൽ ഇറാഖ്. എന്തിനാണ് പവിത്രമായ കഅബാലയത്തിന്റെ 3 മൂലകൾ 3 രാഷ്ട്രങ്ങളുടെ പേരിൽ അറിയപ്പെടുന്നത്? രാഷ്ട്രവും രാഷ്ട്രീയവും ആ സംസ്കാരങ്ങളും ഇസ്ലാമിന്റെ ഭാഗമാണെന്ന് തെളിയിക്കും. റുക്നുൽ യമാനി, യമന്റെ ഭാഗം. അവിടെ ചെന്നുകൊണ്ട് അതിനെ നമുക്ക് മുത്താൻ പറ്റിയാൽ മുത്താം, തൊടാം. എന്നിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കാനുണ്ട് ഹജറുൽ അസ്വദ് വരെ. എന്തിനാണ് ഇത് ഹജ്ജിന്റെ ഭാഗമാക്കിയത്? യമന്റെ മൂല. യമൻ എന്ന് പറയുന്നിടത്താണ് ആ കഹ്താൻ ഗോത്രത്തിൽ നിന്നാണ്, ജുർഹും ഗോത്രത്തിൽ നിന്നാണ് ആദ്യമായി മക്കയിലേക്ക് ആളുകൾ വന്നത്. അവര് കഅബാലയത്തിന്റെ ചാര, സംസമിന്റെ ചാര വീട് കെട്ടി അവര് താമസിച്ചത് കൊണ്ടാണ് 2500 കൊല്ലം കൊണ്ട് അറബി ഭാഷ മക്കയിൽ ഉണ്ടായത്. ആ അറബി ഭാഷ ഉണ്ടെങ്കിലേ ഖുർആൻ ഇറക്കാൻ പറ്റുള്ളൂ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മറന്നില്ല. കഅബാലയത്തിൽ റുക്നുൽ യമാനിയെ ഹജ്ജിന്റെ ഉംറയുടെ ഒരു ഭാഗമാക്കി നിശ്ചയിച്ചു. അവിടെ നിങ്ങൾ തൊട്ടാലോ ചുംബിച്ചാലോ അത് നിങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് പറയുമെന്നൊക്കെ പഠിപ്പിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അപ്പൊ നമ്മുടെ വിശാലമായ ഒരു ചക്രവാളം വിജ്ഞാനത്തിന്റെ വിഷയത്തിൽ വേണം. അത് ഖുർആൻ അടിസ്ഥാനമെടുത്തിയാണ് വേണ്ടത്. ആ ലോകത്തിന്റെ മുഴുവൻ വെളിച്ചവും അതാണ് നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വമ്പിച്ച പേടിയും ദുഃഖവും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നു. ഈ ആളുകൾ പറയാറുണ്ട് കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം. ഞാൻ അടുത്ത കാലത്തായിട്ട് പറയുന്നത് കൂടുമ്പോൾ ഭൂകമ്പം ഉണ്ടാകുന്നതാണ് കുടുംബം എന്നാണ്. ഐ ആം സോറി, അത് വേറെ ഒരു വിഷയമാണ്. അത് പറഞ്ഞാൽ തീരുന്ന ഒരു കാര്യമല്ല. എന്തായിരുന്നാലും അത് തകർന്നുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു, ഒരു കുടുംബവും തകരില്ല, ഒരു കുട്ടികളും പിഴച്ചു പോകില്ല. നമ്മൾ ഇസ്ലാമികമായ രൂപത്തിൽ സന്താന പരിപാലനം നടത്തണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ സന്താനങ്ങളെ വളർത്തിയാൽ അവര് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ പറ്റും. പറ്റിയാലും കുഴപ്പമില്ല, അവര് ആകെ മൊത്തം പിഴച്ചു പോവില്ല. ഇന്ന് ഇസ്ലാമിന്റെ എതിരാളികളായ ആളുകള്, ചില ടീച്ചർമാരൊക്കെ എന്താണ് പറയുന്നത്? ഞങ്ങൾ മദ്രസയിൽ പഠിച്ചപ്പോ അങ്ങനെ കണ്ടു, ഇങ്ങനെ കണ്ടു, അതാണ് കുറ്റം പറയുന്നത്. ശാസ്ത്രീയമായിട്ടല്ല അവരെ പഠിപ്പിച്ചത്. മദ്രസ എന്ന് പറയുന്നത് അടിയുടെ ഒരു കേന്ദ്രമായിരുന്നു. കാളപ്പൂട്ട് നടന്നിട്ടുണ്ട് അടിയുടെ. അപ്പൊ ആളുകൾക്ക് വെറുപ്പുണ്ടാകും. അതല്ലല്ലോ പ്രവേശനോത്സവം, അല്ലെ? അപ്പം അതിൽ മാറ്റം വരുത്തി നമ്മൾ മുന്നോട്ട് പോകുമ്പോ ഈ ഖുർആനിന്റെ വെളിച്ചം, ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്റെ സന്മാർഗം വന്നു കിട്ടുമ്പോ അതിനെ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ 2 കാര്യം നിങ്ങൾക്കുണ്ടാവില്ല. നിങ്ങൾക്ക് പേടി ഉണ്ടാവില്ല, നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവില്ല. നമ്മളെ എല്ലാവരെയും വേട്ടയാടുന്ന 2 വിഷയം, ഒന്ന് പേടിയാണ്, മറ്റൊന്ന് ദുഃഖമാണ്. അതില്ലാതെ ആകണമെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ വേണ്ടതുണ്ട്. ഇന്ന് വലിയ ഭീഷണി വളർന്നു വരുന്ന ഈ തലമുറ നേരിട്ട് കൊണ്ടിരിക്കുന്നു. അതിൽ അൾട്രാ ഫെമിനിസം എന്ന് പറയുന്ന പെണ്ണിന്റെ അമിതമായ സ്വാതന്ത്ര്യത്തെ കുറിച്ച്, മൈ ബോഡി മൈ ചോയ്സ്, എന്റെ ശരീരം എന്റെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കണമോ എന്ന് ഞാൻ തീരുമാനിക്കുമെന്നൊക്കെ മറന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മദ്രസയിൽ നിന്ന് നിന്റെ ശരീരം, നിന്റെ ആത്മാവ്, നിന്റെ റൂഹ്, നിന്റെ പിടക്കുന്ന ഹൃദയം റബ്ബിന്റെ സമ്മാനമാണ്. അവൻ പിടിച്ചാൽ നിനക്ക് ശ്വാസം നിലച്ചു പോകും. അതുകൊണ്ട് അതൊക്കെ ഓർമ്മപ്പെടുത്തുന്ന കഥകളും പാട്ടുകളും സുന്നത്തും ഖുർആനും മക്കളെ ശരിക്ക് പഠിപ്പിക്കാത്തതിന്റെ പ്രശ്നം അതിലുണ്ട്. അതോടൊപ്പം ജെൻഡർ ന്യൂട്രാലിറ്റി, ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്നൊക്കെ പറയുന്ന ആശയങ്ങൾ വരികയാണ്. ആണില്ല പെണ്ണില്ല, അത് 2ആയി കാണണ്ട. ഇപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് നേഴ്സ് വന്നിട്ട് പറയാണ് ഉമ്മയോട്, വാപ്പയോട്, കുടുംബക്കാരോട്, ഇത് ആൺകുട്ടിയാണ്, ഇത് പെൺകുട്ടിയാണ്. അവര് പറയുന്നത് ആൺകുട്ടി പെൺകുട്ടി നിങ്ങൾ പറയണ്ട. അവര് 15 വയസ്സ് കഴിഞ്ഞിട്ട് അവര് തീരുമാനിക്കും. ആണ് ചിലപ്പോൾ തീരുമാനിക്കും പെണ്ണാവാൻ, പെണ്ണ് തീരുമാനിക്കും ആണാവാൻ. നിങ്ങൾ കുട്ടികളെ വളർത്തുമ്പോൾ അവർക്ക് ആൺകുട്ടികൾക്ക് കാറ് വാങ്ങിക്കൊടുക്കും, പെൺകുട്ടികൾക്ക് ഇങ്ങനെ ടോയ്സ് വാങ്ങിക്കൊടുക്കുമ്പോ അതില് പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കും. അത് എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? എല്ലാവർക്കും എല്ലാം വാങ്ങിക്കൊടുക്കണം. ആണ് പെണ്ണെന്ന് വിചാരിച്ച് നിങ്ങൾ
വളർത്താൻ പാടില്ല. അതുകൊണ്ടാണ് LGBTIAQ72+ ആണും പെണ്ണും വിവാഹം. രണ്ടാമത് മുസ്ലിം 2 പെൺകുട്ടികൾ കല്യാണം കഴിച്ച കഥ കേട്ടില്ലേ? അറ്റുകളെ കഥ എന്തായെന്ന് അറിയാൻ പറ്റൂല. ഭയങ്കര ആഘോഷമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ ഒരു ഉദവി ഇല്ലാതെ ഒരു മിനിറ്റ് ഇവിടെ ജീവിക്കാൻ പറ്റുമോ കുടുംബങ്ങൾക്ക്? ഇല്ല. അപ്പൊ ഈ പറയുന്ന ആശയങ്ങൾക്കെതിരിൽ നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഇതുപോലെ ഒരുപാട് ആശയമുണ്ട്. അതിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. അപ്പൊ കുടുംബങ്ങൾ തകരുമ്പോ ഇത്തരം ആശയങ്ങളിലേക്ക് നമ്മുടെ മക്കൾ പോകുമ്പോ ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവികമായ ഒരു വെളിച്ചം അനിവാര്യമാണ്. ബാഹ്യമായ ജാടകൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത കാലത്താണ് നമ്മളിങ്ങനെ വിവാഹത്തിന്റെ ഒരു പരസ്യം കാണുമ്പോ ഈ ഡിഗ്രി, സർട്ടിഫിക്കറ്റ്, A+ റാങ്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വായിച്ച് ആ പെൺകുട്ടിയെ കെട്ടിക്കൊണ്ടുവന്നാല് ജീവിതത്തിൽ അവൾ ഒരു ബിഗ് സീറോ ആയിരിക്കും. വലിയൊരു വട്ടപൂജ്യം. ഒന്നും അറിയില്ല, അല്ലെങ്കിൽ ആളുകളോട് പെരുമാറാൻ അറിയില്ല. ന്യൂ ജനറേഷൻ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, ന്യായങ്ങളുണ്ട്. ഞാൻ അവരുടെ ഭാഗത്താണ്. ആ വിഷയത്തിൽ നമ്മൾ ഇസ്ലാമികമായിട്ടല്ല അവരോട് പെരുമാറുന്നതെങ്കിൽ തെറ്റാണ്. ഞാൻ അങ്ങോട്ട് പോവുകയല്ല. ഞാൻ പറയുന്നത്, അവസാനിപ്പിച്ചുകൊണ്ട് പറയാനുള്ളത്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അത്യന്തം സംഘർഷഭരിതമായ ഒരു ലോകത്ത് കുടുംബങ്ങൾ തകരുമ്പോൾ സ്ട്രെസ്, വിഷാദം, ആന്തരികമായ സംഘർഷങ്ങൾ എല്ലാം വേറിട്ട് പോകുമ്പോ ഭാര്യയില്ല, ഭർത്താവില്ല, കുടുംബങ്ങളില്ല, ബന്ധങ്ങളില്ല, ഇങ്ങനെ ഒരു പുതിയ തലമുറ വളർന്നു വരുമ്പോ അങ്ങനെ അള്ളാഹു എത്രത്തോളം പറഞ്ഞിട്ടുണ്ടോ അത് അനുവദിക്കണം. അതിനപ്പുറത്തേക്ക് പോയാൽ നമുക്ക് അടുത്ത തലമുറ ഉണ്ടാവില്ല, മനുഷ്യർക്ക് സ്നേഹമുണ്ടാവില്ല, കാരുണ്യമുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ കൊടുങ്കാറ്റ് വരുമ്പോ ഈ പറയുന്ന വലിയ വലിയ ആൽമരങ്ങൾ കൊടുങ്കാറ്റിൽ കടപുഴകാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? വർഷങ്ങളായി അത് ഭൂമിയിലേക്ക് ആണ്ടിറങ്ങി അതിന്റെ വേരുകളാണ് അവരെ യഥാർത്ഥത്തിൽ ആ മരത്തെ പിടിച്ചു നിർത്തുന്നത്. വലിയ അമ്പരചുംബിയായ ബിൽഡിങ്ങിനെ താങ്ങി നിർത്തുന്നത് അതിന്റെ അടിത്തറകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ മൂല്യങ്ങളും അടിത്തറകളുമാണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ മദ്രസയിൽ നിന്ന് വളരെ ശാസ്ത്രീയമായി, സൈക്കോളജിക്കലായിട്ടാണ് നമ്മുടെ മജ്ലിസിന്റെ അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ സംവിധാനത്തിന്റെ പുസ്തകങ്ങൾ തയ്യാറാക്കിയത്. ഒരുപാട് ട്രെയിനിങ്ങുകൾ നമ്മളെ ടീച്ചേഴ്സിന് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ കാലഘട്ടത്തെ ഉൾക്കൊള്ളാൻ പറ്റിയ രൂപത്തിൽ അവരെ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളും മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മളെല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഹൗസാണ്. ഹൗസല്ല നമ്മൾ ഉണ്ടാക്കേണ്ടത്, ഹോമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. എല്ലാവരും മത്സരമാണ്, ഒരു വീടുണ്ടായി കിട്ടണം. ഹൗസ് അല്ലേ? ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താ? കല്ലാണ്, മണ്ണാണ്, ചുമരാണ്, പെയിന്റാണ്, അതിലുള്ള വസ്തുക്കളാണ്. ഹോം എന്ന് പറഞ്ഞാല് സ്നേഹമാണ്, കാരുണ്യമാണ്, ദയയാണ്, ആർദ്രതയാണ്, നല്ല രസമുള്ള ഒരു വീട്. തലമുറകളെ എങ്ങനെ വളർത്തണമെന്നത് വേറെ ഒരു ദി ആർട്ട് ഓഫ് ദി പാരന്റിംഗ് ആണ്. ഞാൻ കഴിഞ്ഞ മാസം മലപ്പുറത്ത് ഒരു പരിപാടിക്ക് പോയി. അവിടുത്തെ വലിയൊരു മഹലിന്റെ പേരൊന്നും ഞാൻ പറയില്ല, 25 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള മക്കളെയും മരുമക്കളെയും വലിയൊരു സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിൽ അല്ലെങ്കിൽ ഓപ്പൺ സ്റ്റേജിൽ എനിക്ക് വിട്ടു തന്നു. എന്നോട് പറഞ്ഞത് 1.5 മണിക്കൂർ നിങ്ങൾ ഈ കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നതിനെ കുറിച്ച് സംസാരിക്കണം. ഞാൻ സംസാരിച്ച് നിർത്തട്ടെ എന്ന് ചോദിച്ചു. നിർത്തരുത്. അപ്പൊ അടുത്തൊരു സ്റ്റെപ്പ് എടുത്തു. 2 മണിക്കൂറായി, 2.5 മണിക്കൂറായി, 3 മണിക്കൂറായി. ലോഹർ നമസ്കരിക്കാൻ സമയമായപ്പോൾ അവർ പറഞ്ഞു 1 മണിക്കൂർ ഇനി ഭക്ഷണത്തിനും നമസ്കാരത്തിനുമുണ്ട്. സദസ് ഒന്നടങ്കം പറഞ്ഞു, ഞങ്ങൾ നമസ്കരിച്ചോളാം, പക്ഷെ ഭക്ഷണം വേണ്ട, ഞങ്ങൾക്ക് ഈ ക്ലാസ് മതി. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എൻ്റെ പവർ കൊണ്ടല്ല, ഇസ്ലാമിന്റെ പവർ കൊണ്ട്. ഇന്ന് ഒരു കുട്ടിയെ നമ്മൾ വളർത്തുമ്പോ പ്രസവത്തിന്റെ മുമ്പ് പാരന്റിങ് ആരംഭിക്കുന്നുണ്ട്. 1.5 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സ്, 6 വയസ്സ്, 12ാം വയസ്സ് മുതൽ ഉള്ള ഘട്ടങ്ങളിൽ ഒരുപാട് കാര്യം ശ്രദ്ധിക്കാനുണ്ട്. 13ാമത്തെ ടീനേജ് മുതൽ 19 വരെയുള്ള 19 വരെയുള്ള ടീൻ, ആ കാലഘട്ടത്തിലെ മക്കള് വേറെയാണ്. അവരിന്ന് മില്ലേനിയൽസ് ആണ്, അവരിന്ന് ജനറേഷൻ Z ആണ്, ജനറേഷൻ ആൽഫയാണ്. 2024 മുതൽ അവർ ജനറേഷൻ ബീറ്റയാണ്.
അതുകൊണ്ട് അവരുടേതായ രീതികൾ, ശൈലികൾ, ചിന്തകൾ വ്യത്യസ്തമാണ്. ബുദ്ധിപരമായ കഴിവ് തന്നെ വേറെയാണ്. മുമ്പത്തെ പോലെ അല്ല മദ്രസകളും സ്കൂളുകളും ഉണ്ടാവേണ്ടത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുള്ള മൂല്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടതുണ്ട്. അത് ആ അടിസ്ഥാനത്തിൽ നമ്മൾ കുട്ടികളെ വളർത്തേണ്ടതുണ്ട്. അങ്ങനെ വളർത്തുമ്പോ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾ കുട്ടികളെ പറ്റി ഒരു നിരാശയും വേണ്ടതില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അടിക്കരുത്, നിങ്ങൾ ഉപദേശിക്കരുത്. ഈ വിഷയം കൗൺസിലിങ്ങിന് വിടണം, അല്ലെങ്കിൽ ഇസ്ലാമികമായ രീതിയിലേക്ക് അതിനെ വിടണം. അത് വിട്ടാൽ കുട്ടികൾ മാറും. ഹൈപ്പർ ആക്ടിവിറ്റീസ് ഉള്ള കുട്ടികൾ ഉണ്ടാകും. ചിലപ്പം മുടി മുറിച്ചിടും, ഗ്ലാസ് ഒക്കെ പൊട്ടിക്കും, പാത്രങ്ങൾ വലിച്ചെറിയും. അതിന്റെ ലക്ഷണം അവരെ ഒരു ചെറിയ രോഗം ബാധിച്ചിരിക്കുന്നു. രോഗത്തിന് പരിഹാരം അടിയല്ല, രോഗത്തിന് പരിഹാരം ഉപദേശമല്ല, രോഗത്തിന് പരിഹാരം ചികിത്സയാണ്. അത് മനസ്സിലാക്കണം. അതുപോലെയുള്ള പലതരത്തിലുള്ള ചില കുട്ടികൾ ചില പ്രേമത്തിലൊക്കെ പെട്ടുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോ പെൺകുട്ടികളുടെ ശരീരത്തിൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഘട്ടം വന്നാൽ പിന്നെ അവനെ ആര് പറഞ്ഞാലും ഒഴിവാക്കുകയില്ല. അള്ള പറഞ്ഞാലും റസൂല് പറഞ്ഞാലും പെറ്റ ഉമ്മ ബാപ്പ പറഞ്ഞാലും കേൾക്കാതെ ഇറങ്ങിപ്പോകും. ഇതിന്റെ കുറ്റക്കാരി അവൾ മാത്രമല്ല. നിങ്ങൾ ഇസ്ലാമികമായ വിദ്യാഭ്യാസം കൊടുത്താൽ പോരാ, സയന്റിഫിക്കായി, സൈക്കോളജിക്കലായി, മനഃശാസ്ത്രം വെച്ചുകൊണ്ട് അവളെ സ്നേഹിച്ചുകൊണ്ടാണ് നമ്മൾ വളർത്തേണ്ടത്. വളർത്തിയിട്ടില്ലെങ്കിൽ അങ്ങനെ പോകും. ഇൻഷാ അല്ലാഹ് അവൾ തിരിച്ചു വരും. ഈ ഒരു കേസ് കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് എന്റെ മുമ്പിൽ വന്നു. ഒരു വീട്ടിലേക്ക് സൽക്കാരത്തിന് പോയപ്പോ അവരോട് നമ്മൾ ചോദിച്ചു, നിങ്ങളെ വീട്ടിൽ എത്ര കുട്ടികളുണ്ട്? ഉമ്മയും ബാപ്പയും പറഞ്ഞു 2 കുട്ടികൾ. ഒരു കുട്ടി കൂടി ഉണ്ടായിരുന്നു. ഞാൻ മരിച്ചുപോയില്ലേ? അല്ല, മരിച്ചതല്ല, അവൾ ഇറങ്ങിപ്പോയതാണ്. അവളെ ഞങ്ങൾ ഒഴിവാക്കി. ഒഴിവാക്കാൻ പറ്റില്ല. എന്നോട് പറഞ്ഞു അവര്, കഴിഞ്ഞ വർഷം അവൾ ഇത്തിക്കാഫിന് പള്ളിയിലുണ്ടായിരുന്നു, അവളെ വിടരുത്. ഇൻഷാ അല്ലാഹ് 2 വർഷം കൊണ്ട് അവളുടെ ഭർത്താവിനെ മുസ്ലിമാക്കി അവൾ ഈ പടി കയറുമെന്നതിന് ഞാൻ സാക്ഷിയാണ്. അതിന്റെ പണി ഞാൻ എടുക്കും എന്നവരോട് പറഞ്ഞിട്ടുണ്ട്, പണി ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ നിരാശപ്പെടുത്താനല്ല, അത് തെറ്റല്ലെന്ന് പറയാനല്ല ഞാൻ പറയുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, ഇസ്ലാമിക തർബിയത്ത് എന്ന് പറയുന്നത് കേവലം മദ്രസയിലോ വീട്ടിലോ ഒതുങ്ങുന്നതല്ല. ഖുർആനിന്റെ വെളിച്ചത്തിൽ, അന്നൂർ, അതിന്റെ ബസീറത്തിൽ, അതിൻ്റെതായ ഹിദായത്തിലൂടെ അല്ല നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ ഈ ലോകത്ത് നമ്മൾ വഴിപിഴച്ചു പോകും, തെറ്റിപ്പോകും. കടുത്ത നിരാശ നമുക്കുണ്ടാകും. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സഹായങ്ങൾ ഉണ്ടാവില്ല. നമുക്ക് അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വരും, നരകത്തിൽ പോകേണ്ടി വരും. ഇതിനുള്ള ഒരു പവറാണ് കൊടുക്കേണ്ടത്. നമ്മളെ കാണുമ്പോൾ നമസ്കരിക്കുന്ന കുട്ടികളല്ല. നമസ്കാരം എന്ന് പറയുന്നത് അടിച്ചു നിർവഹിക്കേണ്ടതുമല്ല. എല്ലാ 5 വക്തിലും 5 വയസ്സായ കുട്ടിയെ പള്ളിയിൽ കൊണ്ടുപോകണം എന്നുമില്ല. അവര് പോകാനാകുമ്പോ പള്ളിയിൽ ഉണ്ടാവില്ല എന്നതുകൂടി മനസ്സിലാക്കണം. അമിതമായി നിർബന്ധിച്ചാൽ കുട്ടികൾ കളിക്കണം, കുട്ടികളോട് സ്നേഹിക്കണം, കുട്ടികളോട് കൂടെ ഉണ്ടാകണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതുപോലെ ഹുവൈറുൽ അസദി എന്ന് പറയുന്ന മുടി ധാരാളം വളർത്തിയ ഒരു കുട്ടി 5 വക്തിന് മദീന പള്ളിയിൽ തിരുദൂതരുടെ കൂടെ ഉണ്ടാകുമായിരുന്നു. ഹുവൈറുൽ അസദി എന്ന് പറയുന്ന മുടി നീട്ടിയ കുട്ടിയെ ഒരിക്കലും തിരുദൂതർ പള്ളിയിൽ നിന്ന് പുറത്താക്കിയില്ല, ശ്വാസിച്ചില്ല, അടിച്ചില്ല, കുറ്റം പറഞ്ഞില്ല. അവനുമായി ഫ്രണ്ട്ഷിപ്പിലായി, അവനുമായി സൗഹൃദത്തിലായി. എന്നിട്ട് ഹുവൈറുൽ അസദിയുടെ തോളിൽ കൈയിട്ട് ഇങ്ങനെ വൈകുന്നേരം റസൂലുള്ള നടക്കുമ്പോൾ പറഞ്ഞു, ഹുവൈറുൽ അസദി നല്ല കുട്ടിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാ വക്തിലും പള്ളിയിൽ വരുന്ന ആളാണ്. പക്ഷെ ഹുവൈറുൽ അസദി ആ മുടി ഒന്ന് കുറച്ച് കട്ട് ചെയ്താൽ നല്ല കുട്ടിയാകും എന്നാണ് പറഞ്ഞത്. പക്ഷിക്കുട്ടിയെ വളർത്തിയ ഒരു കുട്ടിയോട് റസൂലുള്ളാഹിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. എന്നും ചോദിക്കും, മോനെ നിന്റെ പക്ഷിക്കുട്ടി എന്തായി, ഭക്ഷണം കഴിക്കുന്നുണ്ടോ? അങ്ങനെയാണ്. ഈ സാധനം ഒന്ന് താഴെ വെക്കൂ, കുറച്ചെങ്കിലും കുട്ടികളോടൊന്ന് സംസാരിക്കൂ. നിങ്ങളുടെ അടുത്തേക്ക് കുട്ടികൾ നിങ്ങൾ പറയുന്നു, അവര് ഞങ്ങളെ കൂടെ ഭക്ഷണം കഴിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാത്തത്? കുട്ടി ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആൺകുട്ടി പെൺകുട്ടി കൈകൈക്ക് വരുന്നു, ഇരിക്കുന്നു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവന്റെ മുടിയിലാണ് കയറി പിടിക്കുന്നത്. ഈ കോഴിന്റെ കാലുമല് മുടി ചുറ്റിയതുപോലെ ഉടനെ എന്റെ കോലെന്താണ്,
ഇട്ട ബനിയന്റെ കോലെന്താണ്, അതിന്റെ ഫോട്ടോ എന്താണ്, എടാ മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ അല്ലെ ഇന്നത്തെ സംസാരം. അപ്പോ ഇതൊക്കെ വെച്ചുകൊണ്ട് അവൻ ഉമ്മയോട് പറയാണ്, എന്ത് ഉമ്മ ഒന്നുകിൽ ഭക്ഷണം കഴിക്കാം, ഭക്ഷണം തിന്ന അല്ലെ എന്നെ തിന്ന, മേലാൽ ഈ പണിക്ക് എന്നെ വിളിക്കണ്ട. അതുകൊണ്ട് തീൻമേശകളെ വയലിന്റെ സ്റ്റേജ് ആക്കല്ല. എന്താ ഏത് കുട്ടിയും മുടി വെട്ടും, നഖം മുറിക്കും. ഇനിയിപ്പോ സുബൈ നമസ്കരിക്കുന്നില്ല എന്താണ്, ഒന്നും ചെയ്യേണ്ടതില്ല. ഒരു പരിഹാരമുണ്ട്. നിങ്ങൾ ഒരു 15 ദിവസം കുട്ടികളുടെ വാതിലിൽ പോയി മുട്ടുക. തിരിച്ചു പോന്നോളൂ, അടുത്ത ദിവസം ചെയ്തോളൂ. പിന്നെ നമ്മളും ആ സമയത്ത് എണീക്കണം കേട്ടോ, വാതിലിന് മുട്ടണമെങ്കിലേ. വേറെ ബെല്ല് വെച്ചാ പോരാ, ഓട്ടോമാറ്റിക് പോരാ. അപ്പോ അങ്ങനെ ഒരു 10 ദിവസം കഴിയുമ്പോൾ കുട്ടിക്ക് തോന്നും എന്തോ ഒന്നുണ്ടല്ലോ ഇതില്, ഈ സുബഹിക്ക് എന്ന് പറയുന്ന നിസ്കാരത്തിന് എന്തോ ഒരു പ്രാധാന്യം ഉണ്ടല്ലോ എന്ന് കുട്ടി സ്വയം മനസ്സിലാക്കും. 16ാമത്തെ ദിവസം ഇൻഷാ അല്ലാഹ് കുട്ടികൾ നിങ്ങളെ കൂടെ നമസ്കരിക്കും, അല്ലെങ്കിൽ ഒറ്റക്ക് നമസ്കരിക്കും, അല്ലെങ്കിൽ അതിലേക്ക് ചിന്തിക്കും, മാറ്റം വരും. അപ്പൊ പരിഹാരമാണ് കാണേണ്ടത്. എല്ലാം ഖുർആന്റെ വെളിച്ചത്തിലാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ പഠിപ്പിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇവിടുത്തെ അധ്യാപകന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടുന്ന ആദരവുകൾ ഈ ലോകത്ത് സത്യവിശ്വാസിക്ക് ലഭിക്കുന്ന സന്തോഷ വാർത്തയാണ് അധ്യാപികമാർക്ക് കിട്ടുന്ന ഈ കുട്ടികളുടെ പ്രാർത്ഥന, മലായിക്കത്തിന്റെ പ്രാർത്ഥന, അതുപോലെയുള്ള സന്തോഷങ്ങള്, ജനങ്ങളുടെ ആദരവുകൾ. നാളെ ഇവിടെ ഇപ്പൊ നമ്മള് അംനയെ നമ്മള് ഒരു വലിയ ടോപ്പർ എന്ന നിലയ്ക്ക് ഒരു സാധനം നൽകി ആദരിച്ചല്ലോ. മാതാപിതാക്കൾ, കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുന്ന, ഇസ്ലാം പഠിപ്പിക്കുന്ന മാതാപിതാക്കളെ സ്വർഗത്തിൽ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അവരുടെ തലയിൽ വെച്ചു കൊടുക്കുന്നത് താജുൽ കറാമ, ജുല്ലത്തുൽ കറാമ എന്ന് പറയുന്ന ഒരു കിരീടം. കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുന്ന, ഇസ്ലാം പഠിപ്പിക്കുന്ന മാതാപിതാക്കളുടെ തലയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല വെച്ചു കൊടുക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മളുടെ ഈ മദ്രസ അത് വിശാലമായ അർത്ഥത്തിലായിരിക്കണം. നമ്മുടെ വീടിന്റെ പരിസരങ്ങൾ, അവിടുത്തെ തർബിയത്ത്, അവിടുത്തെ ദീന് മാതൃകാപരമായിരിക്കണം. നമ്മളെ കുട്ടികളെ സ്നേഹിക്കുക, സ്നേഹിക്കുക, സ്നേഹിക്കുക. അവരുടെ കൂടെ യാത്ര പോവുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മദ്രസയിൽ നിന്നും സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ മാത്രമല്ല വിദ്യാഭ്യാസത്തിന്റെ ശൈലി. ഒരാൾ ക്ലാസ് എടുക്കുക എന്നതല്ല, കുട്ടികളുടെ കൂടെ യാത്ര പോകുമ്പോൾ പലതും പഠിപ്പിക്കാം. അതുപോലെ സ്പോർട്സ് നടത്തുമ്പോൾ നിയമങ്ങൾ പഠിപ്പിക്കാം, സ്വഭാവങ്ങൾ പഠിപ്പിക്കാം. അപ്പൊ ഇത് സർഗാത്മകമായി ചെയ്യേണ്ട ഒരു പണിയാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ക്ലാസ്സിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. അത് കുട്ടികൾക്ക് ഇഷ്ടവുമല്ല. കാർട്ടൂണിലൂടെ പഠിപ്പിക്കാം, സോഷ്യൽ മീഡിയയിലൂടെ പഠിപ്പിക്കാം. അൽഹംദുലില്ലാഹ്, അങ്ങനെയൊക്കെ പണിയെടുത്താൽ നമുക്ക് നല്ല കുട്ടികളെ കിട്ടും, നല്ല തലമുറകൾ ഉണ്ടാകും. അൽഹംദുലില്ലാഹ്, നമ്മുടെ AMI ഗോതമ്പ് റോഡ് ആ വിഷയത്തിൽ ഉയർന്നു ചിന്തിക്കുന്നു, മാതൃകാപരമായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് നേരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല കുട്ടികൾ വളരുന്ന, ഏറ്റവും നല്ലൊരു സമൂഹം ഉണ്ടാകുന്ന, ഉമ്മത്ത് മുസ്ലിമക്ക് അഭിമാനിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും മാതൃയാക്കാൻ പറ്റുന്ന ഒരു മഹല്ലായി, ഒരു മദ്രസയായി, ഒരു നാടായി ഇതിനെ മാറ്റുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.